അവിടെ 16 പേർ മരിച്ചു, അതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഓരോ സമാധാന ശ്രമങ്ങളിലേക്ക് കടക്കുമ്പോഴും ആദ്യം അതിന്റെ കടക്കൽ കത്തിവെക്കുന്നത് ഇസ്രായേലാണ്. അവിടെയാണ് ഇതിനു മുമ്പും സംസാരിക്കാൻ ആഗ്രഹിച്ചത്. അവിടെ ഇസ്രായേൽ മാത്രമല്ല, അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ട് എന്ന് തന്നെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇസ്രായേലിന്റെ മാത്രം താല്പര്യങ്ങളല്ല ഇതിൽ പ്രതിഫലിക്കുന്നത്. ഇപ്പൊ ഗസ പിടിച്ചെടുത്ത ഈ 20 പദ്ധതി തന്നെ അതിലൊരു പ്രധാനപ്പെട്ട സംഗതി ഈ ട്രംപിന്റെ അധ്യക്ഷതയിൽ അവിടെ ഒരു ഇന്ററിം ഭരണ സംവിധാനം രൂപപ്പെടുത്തുമെന്നുള്ളതാണ്. അത് പിന്നീട് ടോണി ബ്ലെയർ അതിന്റെ നേതൃത്വം വഹിക്കുമെന്നാണ് അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ട് ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമാധാന ചർച്ചകൾ ഇനി പോകേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ഖത്തർ ആക്രമിക്കപ്പെടുന്നത്. കാരണം ഖത്തറും ഈജിപ്തും നടത്തുന്ന പീസ് ടോക്സ്, സമാധാന പ്രക്രിയയാണ് ഇടക്കാലത്ത് 2 തവണ വെടിനിർത്തലിലേക്ക് നയിച്ചത്. അതിനുശേഷം പല സന്ദർഭങ്ങളിലും ഒരു പരിഹാരത്തിലേക്ക് നീങ്ങുന്ന നിർദ്ദേശങ്ങൾ ചർച്ചയുടെ ഭാഗമായി മുന്നോട്ട് വെച്ചതും. ഇവിടെ ഈജിപ്ത് ഏറെക്കുറെ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. അതേസമയം ഖത്തർ സ്വതന്ത്രമായ നിലപാടെടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അവിടെയാണ് ഖത്തറിന്റെ പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണം. ഈ സമാധാന പ്രക്രിയയിൽ ഇനി ഖത്തർ ഇടപെടേണ്ടതില്ല. അങ്ങനെ ഇടപെട്ടാൽ നിങ്ങളും ആക്രമിക്കപ്പെടുമെന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത്. അതിൽ അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണയുണ്ട് എന്നുള്ളതും സ്പഷ്ടമാണല്ലോ. അപ്പോൾ അതിനുശേഷം വന്നിട്ട് ഈ ഗസ സിറ്റി പൂർണ്ണമായി പിടിച്ചെടുക്കുകയും ഹമാസിന്റെ അവസാനത്തെ ശക്തി കേന്ദ്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഹമാസിന് ഇപ്പോഴും IDF തന്നെ പറയുന്നത് 5000-ഓളം ഹമാസ് പോരാളികൾ ഇപ്പോഴും ഗസ സിറ്റിയിലുണ്ട് എന്നാണ്. അത് സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ധാരണയില്ല. ഏതായാലും IDF-ഉം അതുപോലെ അമേരിക്കൻ മാധ്യമങ്ങളും മുന്നോട്ട് വെക്കുന്ന വിവരം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് വെച്ച് പരിശോധിക്കുമ്പോൾ ഈ ഗസ സിറ്റിയും കൂടെ പിടിച്ചെടുത്ത് പൂർണ്ണമായിട്ടും ഗസ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാക്കുക. അങ്ങനെ നിയന്ത്രണത്തിലാക്കിയതിനു ശേഷം അമേരിക്ക മുന്നോട്ട് വെക്കുന്ന പദ്ധതിക്കനുസരിച്ച്, നിർദ്ദേശത്തിനനുസരിച്ച് ഒരു സമാധാനം അവിടെ കൊണ്ടുവരിക. സമാധാനം കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ ഗസയുടെ പുനർനിർമ്മാണവും ഗസയിൽ നിന്നുള്ള ഹമാസിന്റെ പൂർണ്ണമായ തുടച്ചു നീക്കലും. ഇതാണ് ഗ്രാൻഡ് ഡിസൈൻ. അപ്പൊ ഇതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ MS വേണുഗോപാൽ, നോക്കൂ, ഇവിടെ ട്രംപും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ആക്രമണം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് PJ വിൻസെന്റ് പറയുന്നത്. നോക്കൂ, ഈ സമാധാന ഉടമ്പടി മുന്നോട്ട് വെക്കുന്നത് ട്രംപാണ്. ട്രംപ് ആവിഷ്കരിച്ചതാണ്. അത് ഇസ്രായേലിന്റെ അറിവോടെയും അവരുടെ പൂർണ്ണ സമ്മതത്തോടെയും ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നൊബേൽ സമ്മാനത്തിനുള്ള അവകാശവാദം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ട്രംപ്. അപ്പോൾ ഇങ്ങനെ ആയുധം ഉപയോഗിച്ച് ആ പ്രദേശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം കൈക്കലാക്കണം എന്നത് കൂടി ആ പ്ലാന്റെ ഭാഗമാണ് എന്ന ലോജിക്ക് താങ്കൾക്കുണ്ടോ? അത് ട്രംപിന്റെ കൂടി പൂർണ്ണ അനുവാദത്തോടെയാണെന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അറബ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണോ ഇവിടെ? അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ട്രംപ് തന്നെ ഈ പീസ് പ്ലാൻ ഡിക്ലെയർ ചെയ്തുകൊണ്ട് പറഞ്ഞത് 74 മണിക്കൂർ ഞങ്ങൾ തരുന്നു, അതിനകം ഈ പ്ലാൻ അംഗീകരിച്ച് ഗാസ വിട്ടില്ലെങ്കിൽ ഇനി നെതന്യാഹുവിനൊപ്പം ഞാനും കൂടെ കാണും, അമേരിക്കയായിരിക്കും ഇനി ഈ യുദ്ധത്തിന് മുൻകൈ എടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ട്രംപ് കഴിഞ്ഞ ദിവസം 29-ാം തീയതി പറഞ്ഞത്. പണി തീർക്കുമെന്ന് പറഞ്ഞു. ഇതിൽ ഏറ്റവും വിചിത്രമായ കാര്യം, ഇതിൽ കക്ഷികളായവരോട് ഈ ഒരു പ്രപ്പോസൽ കൊടുത്തിട്ട് ഇത് എഗ്രി ചെയ്യുന്നോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ എന്ന് പോലും ചോദിച്ചില്ല എന്നുള്ളതാണ്. 20 പോയിന്റ് അങ്ങോട്ട് മുന്നോട്ട് വയ്ക്കുന്നു. അതിൽ ഗാസ ഭരണത്തിൽ ഹമാസിന് യാതൊരു ഇമ്പോർട്ടൻസും ഉണ്ടാവില്ല, അവർക്ക് യാതൊരു പ്രാതിനിധ്യം കൊടുക്കുകയില്ല എന്ന് മാത്രമല്ല പാലസ്തീൻ അതോറിറ്റിക്ക് പോലും പ്രാതിനിധ്യം കൊടുക്കുകയില്ല. എന്നിട്ട് ട്രംപ് സ്വയം ഡിക്ലെയർ ചെയ്യാണ് പാലസ്തീനിൽ ജനാധിപത്യമില്ല, പലസ്തീനിൽ ഇപ്പോഴത്തെ പാലസ്തീനിൽ ജനാധിപത്യമില്ല, അതുപോലെ തന്നെ അവിടെ ജസ്റ്റിസ് ഇല്ല, അവിടെ നീതിന്യായ വ്യവസ്ഥിതിയില്ല. അപ്പോ ഇതിന്റെയൊക്കെ ഒരു അപ്പോസ്തലനായിട്ടാണ് ഇപ്പോൾ ട്രംപ് അവതരിച്ചിരിക്കുന്നത്. ട്രംപിന്റെ മനസ്സിലിരിക്കുന്നത് ഈ ലോകം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സോൾ പ്രൊപ്പറേറ്റർ ഫേം ആണെന്നുള്ളതാണ്. ഒരു ഏകാംഗ വ്യാപാരശാലയായിട്ട്, അദ്ദേഹത്തിന്റെ സ്വന്തം കയ്യിലിരിക്കുന്ന ഒരു വ്യാപാരശാലയായിട്ടാണ് അദ്ദേഹം ലോകത്തിനെ മൊത്തത്തിൽ കാണുന്നത്. അദ്ദേഹത്തിന്റെ ടാരിഫ് മുതൽ ഇന്ന് ഈ കഴിഞ്ഞ 29-ാം തീയതി അദ്ദേഹം പ്രഖ്യാപിച്ച പീസ് ഡീൽ മുതൽ എല്ലാത്തിലും കാണുന്നത് ഇത് ഈ ലോകമെന്ന് പറയുന്നത് എന്റെ കാൽ കീഴിൽ നിൽക്കുന്ന, ഞാൻ ചെയർമാൻ ആയിട്ടുള്ള
ഒരു സോൾ പ്രൊപ്പറേറ്റർ ഫേമാണ്. ഈ ഫേമിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മാത്രമേ നടക്കൂ എന്നുള്ളതാണ്. അതിന്റെ ഒരു ആദ്യ സ്ഫുരണമാണ് നമ്മൾ കണ്ട ടാരിഫ് പ്രശ്നം. ടാരിഫ് ഓരോ രാജ്യങ്ങൾക്കും അടിച്ചേൽപ്പിക്കുന്നത്. അങ്ങനെ ലോകത്തിൽ മൊത്തത്തിൽ അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമതായിട്ട് പോകുന്നത് അദ്ദേഹം ഗാസയിലാണ്. ഗാസയിൽ അദ്ദേഹവും നെതന്യാഹുവും കൂടെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു, ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കണം, നല്ല ഒന്നാം തരം ഒരു ബീച്ച് റിസോർട്ടാക്കി മാറ്റണം എന്ന് അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിലും, സമാധാനത്തിലും യുദ്ധത്തിലും ഒത്തുതീർപ്പിലും എല്ലാം അദ്ദേഹം കാണുന്നത് വ്യവസായ കണ്ണ് മാത്രമാണ്. അദ്ദേഹം ഒരു വ്യവസായിയാണ്. അതായത് ഷൈലോക്കിനേക്കാൾ മോശമായ ഒരു വ്യവസായിയാണ് അദ്ദേഹം. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് തന്റെ വ്യവസായം എങ്ങനെ നടക്കണമെന്ന് മാത്രമാണ്. ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും എന്റെ വ്യവസായത്തിന് സഹകരിക്കണം, ഞാൻ ഒത്തുതീർപ്പുണ്ടാക്കുന്നത് പോലും ഒരു വ്യവസായത്തിന് വേണ്ടിയാണെന്നാണ്. അപ്പൊ ഇപ്പൊ ഗാസയിൽ അവർ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഗാസയിലുള്ള ജനങ്ങളെ എങ്ങനെയെങ്കിലും പുറത്തു ചാടിക്കുക, അവശേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആയുധം വെച്ച് കീഴടങ്ങുക, എന്നിട്ട് ഞങ്ങൾ ഒരു അമിനിറ്റി സെന്റർ തരും, അവിടെ പോയി താമസിക്കണം, എന്നിട്ട് ഞങ്ങൾ ഇത് ആദ്യം ഒന്ന് നവീകരിക്കുന്ന പദ്ധതി നടപ്പിലാക്കും, ഇവിടുത്തെ ഡിബ്രീസ് എല്ലാം എടുത്ത് മാറ്റുന്ന അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കും. അത് കുറെ നാൾ നീണ്ടുപോകും. അപ്പൊ അതിനിടയ്ക്ക് ഈ തീരപ്രദേശം മുഴുവൻ അവർ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റും. അവിടുത്തെ തൊഴിലാളികളായിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിൽക്കാം എന്നുള്ള രീതിയിലാണ് അവർ പോകുന്നത്. ഇപ്പൊ പലസ്തീന് അല്ലെങ്കിൽ ഹമാസിനെ ഒന്നും തന്നെ ഇവർക്ക് ഈ കാര്യങ്ങളൊന്നും തൊടിയിക്കാൻ താല്പര്യമില്ല എന്ന് മാത്രമല്ല, IDF അവിടെ കുറെ നാളും കൂടെ നിൽക്കുമെന്നാ പറയുന്നത്. ഇവരുടെ ഡിഫൻസ് ഫോഴ്സ് ഉണ്ടല്ലോ, IDF, ഇസ്രായേലിന്റെ IDF അവിടെ ഇനിയും തുടരും. ഗാസയിൽ നിന്ന് ഹമാസ് പോകണം, IDF അവിടെ നിലനിൽക്കും. അതിനുശേഷമാണ് പിന്നീട് ഒരു ഇന്റർനാഷണൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി വരുന്നത്. ആ ബോഡിയുടെ ചീഫായിട്ട് US പ്രസിഡന്റ് ട്രംപ് തന്നെയായിരിക്കും. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ടോണി ബ്ലെയറിന് പോലും റോൾ ഉള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഹമാസിനെ മാത്രമല്ല, യൂറോപ്യൻ രാഷ്ട്രങ്ങളെയും അതുപോലെ തന്നെ അറേബ്യൻ രാഷ്ട്രങ്ങളെയും അദ്ദേഹം ബന്ദിയാക്കിക്കൊണ്ടുള്ള ഒരു കരാറാണ് ഇപ്പോൾ ഉണ്ടാക്കി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഹമാസ് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഹമാസിന്റെ മീഡിയേറ്റർ വഴി അത് പറഞ്ഞു കഴിഞ്ഞു. ഈ കരാർ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻജസ്റ്റിസ് ആണ്. ഇത് നെതന്യാഹുവിന് അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു കരാറാണ്, അല്ലെങ്കിൽ ഒരു പീസ് പ്രപ്പോസൽ ആണ്. ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുവെങ്കിലും 2 ദിവസത്തെ സമയം തരണം. കാരണം നിങ്ങൾ പറഞ്ഞ പോലെ ബന്ദികളെ വിട്ടുതരണം, അതുപോലെ തന്നെ അവരെ മരിച്ചുപോയവരെ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് ഇപ്പൊ പിടിയില്ല, അതൊക്കെ ഇനി തപ്പിയെടുക്കണം, അതിന് കുറെ സമയം വേണമെന്ന് പറഞ്ഞ് ഒരു മുട്ടാപ്പോക്ക് ന്യായം ഹമാസും ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ ഹമാസ് അത്തരത്തിൽ കുറച്ച് സമയം ചോദിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഹമാസിന് ശക്തമായ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. 2 ദിവസത്തിനകം ബന്ദികളെ വിട്ടയക്കുകയും അതുപോലെ തന്നെ മരിച്ചവരുടെ ശവശരീരം ഞങ്ങൾക്ക് വിട്ടു നൽകുകയും ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്നത് വളരെ രൂക്ഷമായ പ്രശ്നങ്ങളായിരിക്കും, ഭവിഷ്യത്തായിരിക്കും. ഹമാസിനെ ഉൾപ്പെടെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുന്നതായിരിക്കും.